സ്പോർട്സ് പിച്ചിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു ടീ ടൈം വിത്ത് ദ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറുമായി ഒരു ചായ കുടിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം സഞ്ജു സാംസണ് കിട്ടിയതായി സഞ്ജു സാംസൺ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇരുവരും ഒത്തുള്ള ഒരു ചിത്രം ഇൻസ്റ്റഗ്രാമിൽ വളരെ വൈറലായി പോയി. അപ്പോൾ അതിൻ്റെ കമൻസിലുണ്ടായിരുന്നു അടുത്ത സെഞ്ചുറി ലോഡിംഗ് എന്ന്. കാരണം സഞ്ജു വേൾഡ് കപ്പിൽ തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം മാൻ ഓഫ് ദ സീരീസ് ആയപ്പോൾ സഞ്ജു തൻ്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരാമർശിച്ച ഒരു പേരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറുമായുള്ള ആ ഒരു സംഭാഷണം, ഫോൺ സംഭാഷണങ്ങളും സച്ചിൻ ടെണ്ടുൽക്കറുടെ മെന്റർഷിപ്പും എത്രത്തോളം സഞ്ജുവിനെ ഹെൽപ്പ് ചെയ്തു എന്നത്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു ക്രെഡിറ്റ് സഞ്ജു കൊടുത്തിരുന്നു അന്ന്. അപ്പോൾ അതേ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ വീണ്ടും സഞ്ജുവിനൊത്ത് ഒരു കൂടിച്ചേരൽ ഉണ്ടായപ്പോൾ ആരാധകർക്ക് അത് ബ്ലാസ്റ്റ് ആയിരുന്നു. കാരണം ആരാധകർ വളരെ വലിയ കോൺഫിഡൻസിലോട്ട് ഉയർന്നു. അടുത്ത സെഞ്ചുറി ലോഡിങ് എന്നുള്ള കമന്റ് ആയിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ സഞ്ജു സെഞ്ചുറി അടിച്ചു. ആ ഒരു ഐശ്വര്യം, സച്ചിനുമൊത്തുള്ള ആ ഒരു കൊളാബറേഷന്റെ ആ ഒരു ഐശ്വര്യം ത്രൂ ഔട്ട് സഞ്ജുവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സഞ്ജു അതിനുശേഷം സെഞ്ചുറി അടിച്ചപ്പോഴും ആരാധകർ അത് പറയുന്നുണ്ട്. സച്ചിന്റെ മെന്റർഷിപ്പിലാണ് സഞ്ജു ഇത്തരത്തിൽ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അത്രത്തോളം വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ, ദ ഗോഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നൊക്കെ വിളിക്കുന്ന സഞ്ജു അല്ല സച്ചിൻ ടെണ്ടുൽക്കർ, ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറുമൊത്ത് സഞ്ജു സാംസണിന്റെ ആ മുഹൂർത്തങ്ങൾ, സഞ്ജു സാംസണിന്റെ ആ ഒരു ഗുരുതുല്യ നിമിഷങ്ങളായിട്ടുള്ള ആ മുഹൂർത്തങ്ങൾ സഞ്ജുവിന്റെ കരിയറിൽ വഹിക്കുന്ന ഇമ്പാക്റ്റ് വളരെ 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 വലുതാണ്. അപ്പോൾ സഞ്ജു തൻ്റെ ഗുരുവായിട്ട് സച്ചിൻ ടെണ്ടുൽക്കറെ തിരഞ്ഞെടുത്ത് സഞ്ജു അദ്ദേഹത്തെ ലിസൺ ചെയ്യുന്നത് തന്നെ അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു വലിയ മെന്റൽ കപ്പാസിറ്റി സ്പേസിലേക്കാണ് സഞ്ജു വരുന്നതെന്ന് രവിചന്ദ്രൻ അശ്വിനും ഈ ഒരു ഇന്നിങ്സ് കണ്ടപ്പോൾ പരാമർശിച്ചിരുന്നു. കാരണം അത്രത്തോളം മെന്റലി കേപ്പബിൾ ആയി വരികയാണ് സഞ്ജു. മെന്റലി കാം ആൻഡ് ക്വയറ്റായിട്ട് എത്ര വലിയ സാഹചര്യവും സഞ്ജുവിനെ നേരിടാൻ സാധിക്കുന്നുണ്ട്. സഞ്ജു ഇയാൻ ബിഷപ്പിനോട് സംസാരിക്കുമ്പോൾ അവാർഡ് മേടിച്ച് ബെസ്റ്റ് മാൻ ഓഫ് ദ മാച്ചിനുള്ള അവാർഡ് മേടിച്ച് സഞ്ജു സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, എങ്ങനെയാണ് സഞ്ജു നിങ്ങളിങ്ങനെ കളിക്കുന്നത്, ഇത്രത്തോളം ടാക്ടിക്സ് ആയിട്ട് പ്ലാൻഡ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സഞ്ജു പറയുന്നത്, പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കളി എന്താണ് എന്നുള്ളതും നേരത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് ഒക്കെ വരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൽ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ആ ഗെയിം എന്താണെന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തരും. ആ ഗെയിം തന്നെ നമ്മളെ പഠിപ്പിച്ചു തരും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ സെറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് അത്രത്തോളം വലിയൊരു മെന്റലി സ്പിരിച്വലി വെല്ലായിട്ടുള്ള ഒരു സ്പേസിലേക്ക് സഞ്ജു സാംസൺ എത്തി എന്നുള്ള തെളിവാണ് ഈ ഉത്തരങ്ങൾ. ആ ഗെയിം തന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരും, എങ്ങനെ പോകണം, എങ്ങനെ കളിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, മൊമെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും